ഹലോ ഗായ്സ്, അങ്ങനെ അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഫാമിലി റൗണ്ട് അങ്ങനെ ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ഫാമിലീസ് എല്ലാം വന്നിട്ട് പോയി കഴിഞ്ഞ് ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഹൗസിലുള്ളവരുടെ ആ ഒരു എന്തൊക്കെ ഹിൻസ്, അവർക്ക് എന്തൊക്കെയാണ് ക്ലൂസ് കിട്ടിയിരിക്കുന്നത്, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഫാമിലി മെമ്പേഴ്സ് വന്നപ്പോൾ അറിഞ്ഞത് എന്തൊക്കെയായിരിക്കും, ഇതെല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അത് കണക്ക് പുറത്ത് മാത്രമല്ല, പിന്നെ ഹൗസിനുള്ളിൽ മാത്രമല്ല, പുറത്തും ഫാമിലികൾ തമ്മിൽ അടി നടക്കുന്നുണ്ട്, ആർമികൾ തമ്മിൽ അടി നടക്കുന്നുണ്ട്, ഫാൻസ് തമ്മിൽ അടി നടക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഹൗസിനോട് ഇന്ന് ഫാമിലി റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ഫാമിലീസും 13 പേരുടെ ഫാമിലീസ് വന്നിട്ട് പോയി കഴിഞ്ഞു. ഈ ഫാമിലീസ് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹൗസ് മേറ്റ്സിന് അല്ലെങ്കിൽ ഹൗസിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ക്ലൂസ് കിട്ടി കാണുമോ? തീർച്ചയായിട്ടും മിക്കവാറും എല്ലാവർക്കും, പൊട്ടന്മാരല്ലാത്ത എല്ലാവർക്കും ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് ടോപ്പിൽ, ആരൊക്കെ ആയിട്ടാണ് ഇനി കളിക്കേണ്ടത്, ആരൊക്കെയാണ് അവരുടെ കറക്റ്റായിട്ടുള്ള എതിരാളികൾ, ഇതെല്ലാം അവർക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണെന്നുള്ള അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഹൗസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഫാമിലികൾ തമ്മിൽ തന്നെ ഒരു വലിയ പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ്, അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ, ഡിസ്കഷൻസ്, ഇൻ്റർവ്യൂ പോലെ ഈ യൂട്യൂബേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ഞാൻ കണ്ടു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ആവശ്യകത യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇല്ല. ഇനിയും ഒരു 40 ദിവസം, ഇപ്പം 58-59 ദിവസം ഇന്ന് ആയിട്ടുണ്ട്, നാളെ 60 ദിവസമാവും. അപ്പോൾ ഈ ഒരു 60 ദിവസത്തോളം ആകുന്ന ഈ ഒരു സമയത്ത് ഇനി ഒരു 30 ഡേയ്സ്, ഒരു 35 ഡേയ്സ് ആണ് കിട്ടുന്നത് അവർക്ക്. 35 ഇല്ലായിരിക്കും, ഒരു 4 ആഴ്ചയും കൂടി കഴിയുമ്പോഴേ, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പിക്ചർ വരും. അപ്പോൾ അതുവരെ ആൾക്കാർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർക്ക് നിങ്ങൾ മാക്സിമം വോട്ട് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാണ്ട് പരസ്പരം ഇങ്ങനെ ചെളിവാരി എറിയുക, പരസ്പരം ബഹളം ഉണ്ടാക്കുക, തമ്മിലടിക്കുക, ഈ ഒരു പ്രവണത നിർത്തുന്നതായിരിക്കും ബെറ്റർ എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ അറിയാത്ത ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർത്തും പറയാതിരിക്കുക എന്നുള്ളത് കൂടി ഉണ്ട്. അതിൻ്റെ ഒരു കാരണം, ഇപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലക്ഷ്മിയുടെ കാര്യം. ഒനിയലിൻ്റെ മമ്മി വന്ന് പുറത്ത് നിന്ന് എന്തോ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടി ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വീഡിയോ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷനാണ്, അങ്ങനെ ഒരു സംഭവമില്ല, കുഞ്ഞും അവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കൊന്ന് കുഞ്ഞിന് ഏജ് കുറവായതുകൊണ്ട് അകത്തേക്ക് കയറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും കയറ്റാഞ്ഞത്. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്. ഇപ്പോൾ അനാവശ്യമായിട്ട് നമുക്കറിയാത്ത ഒരു കാര്യങ്ങൾ, അത് എന്ത് തന്നെയായാലും, നമുക്ക് ഒരാളിനെ കുറിച്ച് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ തന്നെ ഇവർ ഡിവോഴ്സ് ആയെങ്കിൽ എന്താണ് പ്രശ്നം? അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഡിവോഴ്സ് ആവട്ടെ, ഇത് ഡിവോഴ്സ് ആവാത്തവർ ഡിവോഴ്സ് ചെയ്യിക്കൽ, അതുപോലെ തന്നെ വേണ്ടാത്ത അവർ കഴിഞ്ഞു പോയാൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള ബന്ധങ്ങൾ എടുത്ത് ചകഞ്ഞു കൊണ്ടുവന്ന് അതിനെക്കുറിച്ചിട്ട് പറയുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിയായ ഒരു പ്രവണതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവരെങ്ങനെയാണ്, ഓരോ കണ്ടസ്റ്റന്റും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എങ്ങനെയാണോ അത് നമ്മൾ നോക്കിയാൽ മതി. അവരുടെ കളി എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവർ കറക്റ്റായിട്ടുള്ള, അവരൊരു ട്രൂത്തായിട്ട് സത്യസന്ധമായിട്ടാണോ കളിക്കുന്നത്, അവരുടെ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണോ, അവർക്ക് കൃത്യമായിട്ടുള്ള, അവർ ഒരു വ്യക്തിത്വമുള്ള ആളാണോ, നിലപാടുകളുള്ള ആളാണോ, ഇതൊക്കെയാണ് നമുക്ക്. അതൊരു സേഫ് ഗെയിം ആണോ കളിക്കുന്നത്, അവരേതെങ്കിലും വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യേണ്ടത്. ഇതെൻ്റെ ഒരു കാര്യം പറയാൻ കേട്ടോ. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പം എൻ്റെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കത്തില്ല ഓരോരുത്തർ, പക്ഷേ നമ്മൾ നമ്മുടെ നിലപാടുകൾ പറയുന്നതിൽ എന്താണ് കുഴപ്പം? എനിക്ക് എൻ്റെ നിലപാടുകൾ പറയാൻ അവകാശമുണ്ട്. എവിടെയും ഞാൻ പറയും എൻ്റെ നിലപാടുകൾ. ഇപ്പോൾ ആദില നൂറയുടെ കാര്യമാണെങ്കിൽ ഇപ്പം നമ്മൾ ലക്ഷ്മി പറഞ്ഞത്, അത് ലക്ഷ്മിയുടെ നിലപാടാണ്. അതുപോലെ തന്നെ എൻ്റെ നിലപാട്, എനിക്ക് ആദില നൂറയുടെ വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷമുള്ള ആളല്ല. കാരണം ആദില നൂറ അവരുടെ ഫാമിലിനെ പറഞ്ഞത്, കാരണം അച്ഛനും അമ്മയും നമ്മൾ പ്രസവിച്ച് വളർത്തിയ മാതാപിതാക്കളെ വളരെ മോശമായിട്ട് പറഞ്ഞ 2 കുട്ടികളാണ്. അതുകൊണ്ടാണ് എനിക്ക് അവരെ ഇഷ്ടമില്ല. അതല്ലാണ്ട് അവരെ ഒരുമിച്ച് ജീവിക്കുന്നതിലോ അവരുടെ പ്രശ്നത്തിലോ ഒന്നുമില്ല. പിന്നെ അതുകൊണ്ടാണ് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. പിന്നെ ഇതൊക്കെ സാധാരണഗതിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന സൊസൈറ്റി, എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. മീൻസ് ലക്ഷ്മി പറഞ്ഞ പോലെ എല്ലാം നോർമലാണ്, ഇതൊന്നും സാധാരണയാണ് എന്ന് വിചാരിക്കാൻ എനിക്ക് കഴിയില്ല. അത് എൻ്റെ മുതുക്ക് ചിന്താഗതി കൊണ്ടായിരിക്കും. എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഓരോരുത്തർക്കും
ഓരോരുത്തരുടെ നിലപാടുണ്ട്. ആ നിലപാടുകൾ പറയുമ്പോൾ അവരോട് കയർത്തിട്ട് കാര്യമില്ല. അത് എൻ്റെ നിലപാടായിരിക്കത്തില്ല വേറൊരാളുടെ നിലപാട്, അത്രയേ ഉള്ളൂ. അത്ര ചിന്തിച്ചാൽ മതി. അതിനിപ്പോൾ എന്താണ്? ഇപ്പം അതിലെ നൂറയുടെ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് വിരോധം തരാൻ ആരെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് അതുവരെ വല്ല എന്തെങ്കിലും ചെയ്തു? ഒരിക്കലുമില്ല. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിനോട് ചിലപ്പോൾ നമുക്കതിന് എതിർപ്പുണ്ടാവും. അത് നമ്മൾ പറയാനുള്ള അവകാശമുണ്ട്. വളരെ മാന്യമായ ഭാഷയിൽ പറയുക. അവർക്ക് നമ്മുടെ നിലപാടിനോട് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്മിയുടെ നിലപാടിനോട് ലക്ഷ്മിയോട് പറയുക, അത്രയേ ഉള്ളൂ. അതിനെന്താണ് പ്രശ്നം? എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പറയാൻ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് എന്തും പറയാം. നമുക്ക് മാന്യമായ ഭാഷയിൽ എന്തും സംസാരിക്കാൻ, എന്തും പറയാനുള്ള അവകാശമുണ്ട്. ആരെ വേണമെങ്കിലും നമുക്ക് മാന്യമായ ഭാഷയിൽ ക്രിട്ടിസൈസ് ചെയ്യാം. അത് ഭരണകൂടത്തെ ആയാലും ഏതൊരു സാഹചര്യത്തെയും ഏത് ഓർഗനൈസേഷനെയും ഏത് വ്യക്തികളെയും നമുക്ക് മാന്യമായി ക്രിട്ടിസൈസ് ചെയ്യാവുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ പേഴ്സ്പെക്റ്റീവ് പറയുന്നത്. അവനവൻ്റെ നിലപാടുകൾ അവനവൻ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അതാണ് വ്യക്തിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോട്ടെ. അപ്പോൾ ഇന്നെന്തായാലും ഹൗസിനുള്ളിൽ എന്തൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഫാമിലീസ് വന്ന് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഹിൻസൊക്കെ എല്ലാവർക്കും അത്യാവശ്യം ക്ലൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് ടോപ്പ്, ആരൊക്കെയാണ് ഇനി നന്നായിട്ട് കളിക്കേണ്ടത്, ആരൊക്കെയാണ് ഓരോരുത്തർക്കും എതിരാളികൾ ആരൊക്കെയായിട്ട് വരും എന്നത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് കയറിയ ഫാമിലി നമുക്കറിയാം ഷാനവാസിൻ്റെയും നമ്മുടെ അനീഷിൻ്റെയും ഫാമിലിയാണ്. അപ്പോൾ ഷാനവാസിൻ്റെ ഫാമിലി വൈഫ് കൃത്യമായിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസ് അതനുസരിച്ച് കളിക്കുന്നുണ്ട്. പിന്നെ അനീഷ് ഏട്ടൻ്റെ ഫാമിലി അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് അനിയൻ പറഞ്ഞിട്ടുണ്ടാവും മേ ബി. പക്ഷെ അമ്മയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം വളരെ സാധാരണ രീതിയിലുള്ള ഒരു അമ്മയായതുകൊണ്ട് തന്നെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ട്. പക്ഷെ അനിയൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മേ ബി, പറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവർ നമ്മുടെ മുമ്പ് വെച്ചിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആഴ്ചകൾ പോലെ ഞാൻ ആദ്യം നിന്ന വീക്കുകളിലെ പോലെ നീ നിന്നാൽ മതി, എന്നാൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും പിടിക്കേണ്ട, കാരണം ഫ്രണ്ട്സിനെ ഒന്നും ഒരുപാട് വിശ്വസിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലായിരിക്കാം മേ ബി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഓരോ ഫാമിലീസും വന്നപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ക്ലൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഷാനവാസ് അക്ബറിനെതിരെയും നമ്മുടെ അനുമോളിനെതിരെയും ഒക്കെയാണ് കളിക്കുന്നത്. അനുമോളെയാണെങ്കിൽ എൻ്റെ ദൈവമേ ഇന്നലെയല്ല ഒരു മെനഞ്ഞാന്ന് തൊട്ടേ ട്രിഗർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഷാനവാസിൻ്റെ ഫാമിലി വന്നു പോയതിന് ശേഷം ഷാനവാസിക്ക അനുമോളെ നല്ലതായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. അതും കിച്ചണുമായിട്ട് പിന്നെ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. കാരണം അനുമോളുടെ വീക്ക് പോയിന്റ് ആണ് കിച്ചണും ഫുഡും ഒക്കെ. അപ്പോൾ അതിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുമോളെ ട്രിഗർ ചെയ്യാൻ കഴിയില്ല, അനുമോൾക്ക് ദേഷ്യം വരും എന്നുള്ളത് ഷാനുക്കൈക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനകത്താണ് പിടിച്ചിരിക്കുന്നത്. അതിൽ വിജയിച്ചാൽ ഉറപ്പായിട്ടും അനുമോളിനെ നെഗറ്റീവ് ആവും, അവിടെ നെഗറ്റീവ് ആവും. അത് അനുമോൾ അത് അറിഞ്ഞ് കളിച്ചാൽ ഒരിക്കലും അനുമോൾ നെഗറ്റീവ് ആവത്തൂല. അനുമോൾക്ക് അത് മനസ്സിലാവണം. പുള്ളി നമ്മുടെ വീക്ക് പോയിന്റ് ആയിട്ടുള്ള ഫുഡ്, കിച്ചൺ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കണം. നമ്മൾ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ കൃത്യമായിരിക്കണം. കാര്യമായിട്ട് റിയാക്ട് ചെയ്യേണ്ടിടത്ത് കാര്യമായി റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് അവിടെ അനുമോൾ ഓർത്താൽ മതി. അപ്പോൾ അനുമോൾ ഒരു പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോകും. പിന്നീട് നമുക്ക് എനിക്ക് അടുത്തതായിട്ട് കളിക്കുന്നു ഇപ്പം ഷാനവാസിനെ സംബന്ധിച്ച് ഷാനവാസ് കളിക്കുന്നു. പിന്നെ അക്ബർ കുറച്ച് അത്യാവശ്യം ഒരു ഒപ്പണൻ്റാണ്, എതിരാളിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഷാനവാസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ബറിനോട് കളിക്കുന്നുണ്ട്, പക്ഷേ അക്ബറിനോട് കൂടുന്നുണ്ട്. കുറച്ച് നേരത്തെ ലൈവിൽ ഞാൻ കണ്ടു അക്ബറുമായിട്ട് ഭയങ്കര സ്നേഹമായിട്ടിരുന്ന് ഊഞ്ഞാലിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അക്ബറുമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ ഷാനവാസിക കളിക്കുന്നത് ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന കാര്യം ആദില നൂറയെ മുൻനിർത്തിക്കൊണ്ടാണ് ഷാനവാസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ കാര്യങ്ങൾ ഷാനവാസ് ആദിലയോട് പറയും, ആദില അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അനുമോളായാലും മറ്റുള്ളവരായാലും ഇപ്പം നമ്മുടെ ജിസേലായാലും അക്ബറായാലും ഇപ്പോൾ അക്ബറുമായിട്ട് ആദിലയായിട്ട് താല്പര്യമില്ല. പക്ഷേ ഇവർ തമ്മിൽ ഈ ആദിലയും ഷാനവാസിക്കയും തമ്മിലാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അതൊരു പെങ്ങളൂട്ടി കാർഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കോംബോ പോലെ അത് പോകുന്നുണ്ട്. ആ കോംബോ നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷാനവാസ് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആദില ഉറപ്പായിട്ടും പുറത്ത് പോകും. ഈ ആഴ്ച പോയില്ലെങ്കിൽ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും പുറത്തു പോകും. ഒരു 2 വീക്സും കൂടി ആദില ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ ആദിലയുടെ ആൾക്കാരുടെ വോട്ടുകൾ എന്തായാലും ഷാനവാസിന് കിട്ടും. 100യും ടോപ്പ് 5 വരുമെന്ന് എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. അപ്പം ഇവരുടെ വോട്ടുകൾ ഉറപ്പായിട്ട് ഷാനവാസിന് കിട്ടുമെന്നുള്ള ഷാനവാസിൻ്റെ മുൻകൂട്ടിയുള്ള കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിൽ. അത് വളരെ നല്ല ഗെയിമാണ്, ഓരോരുത്തരുടെ ഗെയിം സ്ട്രാറ്റജിയാണ്. അത് ആദില നൂറ ഇപ്പോഴേ പിടിച്ചിരിക്കുകയാണ്. പിന്നെ അനുമോളെ പിടിക്കുന്ന അനുമോൾ ഉറപ്പായിട്ടും ടോപ്പ് 5 ഉണ്ടെന്ന് ഷാനവാസിന് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ അനീഷുമായിട്ടൊരു കോംബോ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അനീഷുമായിട്ടുള്ള കോംബോ എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടാണ്. പക്ഷേ അനീഷിൻ്റെ ബ്രദറും അമ്മയും പറഞ്ഞിട്ടുണ്ട്, നീ ആദ്യം കളിച്ചതുപോലെ കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അനീഷിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും അനീഷ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തെ വീക്കിലെ പോലെ അനീഷിനാവാൻ ഇനി കഴിയില്ല. കാരണം അനീഷ് എല്ലാവരുമായിട്ടും കുറച്ചൊന്ന് അടുത്തുപോയി.
അത്യാവശ്യം മെൻ്റലി എല്ലാവരുമായിട്ടും കുറച്ചൊന്ന് അടുത്ത് പോയതുകൊണ്ട് അനീഷിന് ആ ഒരു കളി ഇനി പറ്റില്ല. ആദ്യത്തെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ടുള്ള ആ തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് തൊട്ടുള്ള കളി അനീഷ് ഇനി പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അനീഷ് ഇതേപോലെ തന്നെ കളിച്ചാൽ മതി. അനീഷ് ബെസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ആൾക്കാരുടെ കൂട്ടുകൂടാൻ പോവാതെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ മതി. അനീഷ് ഓക്കെ ആവും. പിന്നെ അക്ബറിന് മനസ്സിലായിട്ടുണ്ട്, അക്ബറിന് വൈഫ് ക്ലൂ കൊടുത്തിട്ടുണ്ട് അനീഷ് ടോപ്പാണ്, അല്ലെ അനീഷ് മുൻപന്തിയിലുണ്ട്, അനീഷാണ് ഒരു വലിയ നല്ല ടോപ്പ് 5 വരാനുള്ള സാധ്യതയുള്ള ഒരാൾ എന്ന് അക്ബറിന് മനസ്സിലായതുകൊണ്ട് അനീഷ് അക്ബറിനോട് സംസാരിക്കുമ്പോൾ വഴക്കിടുന്നുണ്ട്. രാവിലെ കിച്ചണിലൊക്കെ കുറച്ച് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് നമ്മൾ ഒരു കൺട്രോൾ ചെയ്ത് വഴക്കിടൂല, ആ കൺട്രോൾ ചെയ്ത് വഴക്കിടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അക്ബർ. അപ്പോൾ അക്ബറിന് മനസ്സിലായിട്ടുണ്ട് അനീഷ് ടോപ്പാണ്. പിന്നെ അതുപോലെ ഷാനവാസ് ഉണ്ട്, അനിമോളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് അക്ബർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് 5 പുള്ളിക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് പുള്ളിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ നൂറ ആദിലയുടെ നമ്മുടെ ദിയ സനയും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ മൂസയും വന്നപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ബിഹേവ് ചെയ്യുക. പ്രത്യേകിച്ചും ആദിലയോട് പറഞ്ഞിട്ട് അനീഷുമായിട്ട് ഉടക്കാൻ പോകണ്ട. കാരണം ദിയ സന പുറത്തിറങ്ങി പറഞ്ഞാൽ അനീഷ് നല്ലൊരു ഗെയിമറാണ്, നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആദിലയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുറത്ത് നിനക്ക് നെഗറ്റീവാണ്. പിന്നെ വന്നവരെല്ലാം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആദിലയുടെ പുറത്തുള്ള അനീഷുമായിട്ടുള്ള ആ ഒരു പ്രശ്നം കണ്ടിട്ട് നെഗറ്റീവ് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കുഴപ്പമില്ലായിരുന്നു എന്ന് പൊന്നിയലിൻ്റെ അമ്മയും അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദില കുറച്ച് സൈലൻ്റായി. ആദില ഇന്നലെ രാത്രിയിൽ ആര്യനോടും ജിസേലിനോടും പറയുന്നുണ്ട് ഞാൻ ഗെയിം മാറ്റി പിടിച്ചു, ഞാൻ ഫുള്ള് വേറെ ഒരു ഗെയിമിലേക്കാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇടപെടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഗെയിം മാറ്റി പിടിച്ചു എന്ന് ആദില രാത്രിയിൽ അർദ്ധരാത്രിയിൽ ജിസേലിനോടും ആര്യനോടും ഇന്നലെ രാത്രി സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ അത് ഞാൻ പറഞ്ഞു വരാം. അപ്പം ഇങ്ങനെയുള്ള കാര്യം അപ്പോൾ ആദില നൂറയുടെ ഗെയിം, നൂറ പിന്നെ നൂറയ്ക്ക് ഒരു ഗെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നൂറയ്ക്ക് എല്ലാവരും നൂറ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയും. നൂറയ്ക്ക് ഒരു പ്രത്യേകമായിട്ടൊരു ഗെയിം ഒന്നുമില്ല. നൂറ എന്തെങ്കിലും പറയാനായിട്ട് സംസാരിക്കുമെന്നല്ലാതെ നൂറയ്ക്ക് ഒരു പ്രത്യേക സ്ട്രാറ്റജിക്കൽ ഗെയിമോ അങ്ങനെയൊന്നുമില്ല. നൂറ ഇങ്ങനെ പോകുന്നു, ഈ ഒഴുക്കിനനുസരിച്ച് പോകുന്നു. പിന്നെ സംസാരിക്കേണ്ടടുത്ത് നൂറ സംസാരിക്കുന്നുണ്ട്. പിന്നെ ക്യൂട്ട്നെസ് ഉണ്ടായത് കൊണ്ടാണ് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാണ്ട് നൂറയ്ക്ക് വലിയ ഗെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഗെയിം ഒന്നും പറയില്ല. ആദിലയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നെഗറ്റീവ് ഗെയിം ആയാലും ആദിലയാണ് ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ അറിയിക്കാം. പിന്നെ അതിനുശേഷം പിന്നീട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ടോപ്പ് 5 വരാനായിട്ട് സാധ്യത ബിന്നിയാണ്. അപ്പോൾ ബിന്നി എന്ന് പറഞ്ഞാൽ പിന്നീട് ഇപ്പോൾ ഹസ്ബൻഡ് വന്നതിന് ശേഷം ബിന്നി കുറച്ച് പോസിറ്റീവായി തുടങ്ങിയെങ്കിലും നമുക്ക് ചില ഇടങ്ങളിലൊക്കെ ബിന്നി ഭയങ്കര ഈഗോയിസ്റ്റ് പേഴ്സണാലിറ്റി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നീ കളിച്ചോ, നീ നിൻ്റെ ഗെയിം കളിച്ചോ, അതൊരു പ്രോബ്ലമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ ഹസ്ബൻഡിനെ ഒരു എന്താ പറയുക ഒരു ഇത്തിരി വില കൊടുക്കുക. നമ്മളിപ്പോൾ അത് ഫ്രണ്ട് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഹസ്ബൻഡ് കല്യാണം കഴിച്ചാൽ ഓക്കെ. പക്ഷേ നമ്മൾ റിയാലിറ്റി ഷോ ആണ്, നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ 10 പേര് നമ്മുടെ ഫ്രണ്ട്സിന് മുമ്പിലിരുന്ന് വർത്താനം പറയുന്ന പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന റിയാലിറ്റി ഷോ ആണെന്ന് മനസ്സിലാക്കാതെ നീ അവിടെ ചിരിച്ചോണ്ടിരുന്ന, നീ ചിരിക്കാൻ വേണ്ടിയിട്ടാണോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നത് എന്നൊക്കെ ഒരു ഡയലോഗൊക്കെ പിന്നീട് ഭാഗത്തു നിന്ന് വന്ന് അതെനിക്ക് എന്തോ ഒരു മോശം. അപ്പോൾ ആ ഒരു മോശമായിട്ട് തോന്നി വേറൊന്നും കൊണ്ടല്ല, ഒരു ഈഗോയിസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നോബിൻ പറഞ്ഞു കൊടുക്കുന്നത് അംഗീകരിക്കാം, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് അംഗീകരിക്കാനുള്ള ഒരു മടിയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. പിന്നെ നന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യും, എന്ത് കാര്യവും പോയിന്റ് ആയിട്ട് പറയാനായിട്ട് ബിന്നിക്കറിയാം. നാക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ പോയിന്റായിട്ട് പറയാനറിയാം, എതിർത്ത് നിൽക്കാനും അറിയാം. അത് നല്ലൊരു ഗെയിമാണ്. മാക്സിമം നിന്ന് കഴിഞ്ഞാൽ ബിന്നിയും അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ബിന്നിക്കും മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഹിൻഡ് കൊടുത്തെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ച് വരുന്നത് കൊണ്ട് ഞാൻ പറയാം ബിന്നിക്കും നൂബിൻ ഇന്നലെ വരെ ഹിൻഡ് കിട്ടിയിട്ടില്ല. നൂബിൻ ഇന്ന് പോകുന്നതിന് മുമ്പേ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിന്നി അനീഷിനോടും ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ്. രാവിലെയല്ല ഇന്നലെ രാത്രിയിലൊക്കെ ബിന്നി അനീഷോട് ഭയങ്കര വഴക്കായിരുന്നു. ഇന്ന് രാവിലെ കൂടി വഴക്കിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ബിന്നി അനീഷിനോട് സൈലന്റ് ഗെയിമാണ് ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നാളെ മുതൽ നോക്കാം എന്താവും. നാളെ മുതലാണ് ഇവരുടെ കളിയുടെ ഈ ഗെയിമിന്റെ ഗതി എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇന്നിപ്പം ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരച്ചിലുകളൊക്കെ. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല സ്ട്രോങ് പ്ലെയർ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സാബുമാനും ഒനിയലൊക്കെ ഈ ആഴ്ച അത്ര വലിയ കംപ്ലീറ്റ് ചെയ്യും. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും പോകേണ്ട ആൾക്കാരാണ്. പിന്നീട് നമുക്ക് വേറെ
പ്രത്യേകമായിട്ട് നിവിനാണ്. നിവിനും 1-2 ആഴ്ച നിൽക്കും. പിന്നെ അല്ലാണ്ട് ടോപ്പ് 5-ൽ വരാനായിട്ട് പിന്നെ ആരുമില്ല. 5 എന്ന് പറയുമ്പോൾ ഒരു 8 വരെ വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ അത്യാവശ്യം ഹിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും നിവിനാണെങ്കിൽ ഇതുവരെ ടോപ്പ് 5-ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ നിവിൻ ഈ പാരൻസ് വന്ന അമ്മയും അനിയത്തിയും വന്നതിന് ശേഷം സൈലന്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നിവിൻ അവിടെ മൂലയിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ബഹളവും ഇതെല്ലാം മാറി. കാരണം ഫാമിലി മെമ്പേഴ്സ് വന്ന സമയത്ത് അവർ പറഞ്ഞു നിവിൻ ഭക്ഷണം കുറയ്ക്കും, നിവിൻ്റെ കുസൃതിയൊക്കെ ഇഷ്ടമാണ്, നിവിൻ ഭക്ഷണം കുറക്കും. അപ്പോൾ നിവിൻ വിചാരിച്ചു, അയ്യോ ഭക്ഷണം ഞാനിങ്ങനെ മോട്ടിക്കുന്നതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഭയങ്കര എൻ്റർടൈനറാണ് എന്നൊക്കെയാണ് നിവിൻ ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ് മീൻസ് മിഥ്യാധാരണ വെച്ച് പുലർത്തിയത്. പക്ഷേ ഇന്ന് അനിയത്തി വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ കാണിച്ചിട്ടില്ല അവർ തമ്മിൽ സംസാരിക്കുന്നതൊന്നും. അങ്ങനെ പിന്നെ ഉനിയാലിൻ്റെ മമ്മി സംസാരിച്ചു, എല്ലാവരോടും ഭയങ്കര കോപ്പറേറ്റീവായിട്ട് സംസാരിച്ചു. ഉനിയലിൻ്റെ മമ്മി അനീഷ്, ഷാനവാസ്, അനുമോൾ, അക്ബർ ഇവരെ 4 പേരെ നോക്കിയിട്ടൊക്കെയാണ് നിങ്ങൾ ആര് കപ്പ് വാങ്ങിച്ചാലും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒനിയലിനും കാര്യം മനസ്സിലായി, ഞാനിനി ആയുസ് ഒരുപാട് എനിക്കില്ല ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെയാണ്. സോറി ഡിയേഴ്സ്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇനി ഒരുപാട് നാളൊന്നും ഇല്ല. അപ്പോൾ ഞാനും പെട്ടെന്ന് ഔട്ടായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒനിയന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലൈവ്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷാനവാസ് നന്നായിട്ട് അനുവിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേകിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം. അതിൻ്റെ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ കോംബോ പിടിക്കുവാണോ എന്ന് എനിക്കറിയില്ല. ഇനി കോംബോ പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന്. കാരണം മമ്മി വന്നപ്പം ആരിനും അനുമോളും കൂടി കോംബോ കളി ടോം ആൻഡ് ജെറി കളി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് ടോം ആൻഡ് ജെറി കളി ഇവർ തമ്മിൽ പിടിക്കാനുള്ള ശ്രമമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും അനുവിൻ്റെ ബിഗ് പോയിന്റ് ആയ ഫുഡും കിച്ചണുമായിട്ടാണ് ഷാനവാസ് ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്നലെ ഇവിടെ എത്രത്തോളം എത്തുമെന്നറിയാം. അതുപോലെ തന്നെ ഇനി ഫ്രണ്ട്ഷിപ്പ് കോംബോ, അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് കോംബോ നിലനിൽക്കുമെന്ന് നമുക്ക് നോക്കണം. പിന്നെ എന്താണ് ഈ നിവിൻ്റെ കള്ളത്തരം, ഇനി കള്ളം ഭയങ്കരമായിട്ട് കാണിക്കുകയെന്ന് നോക്കാം. ഇതൊക്കെയാണ്. പിന്നെ ആദിലയുടെ കളി ആദില തന്നെ മാറ്റി എന്ന് പറയുന്നു. പിന്നെ ജിസേൽ ആരിനോ അത് പറഞ്ഞില്ലല്ലോ. ജിസേലും ആര്യൻ ഇന്നലെ രാത്രിയിൽ ജിസേലും ആര്യനും സംസാരിച്ചൊരു അവസ്ഥയിലെത്തി. ജിസേലിൻ്റെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല ആര്യനെ. അത് കണക്ക് ആര്യൻ്റെ മമ്മി പറഞ്ഞു, നിങ്ങൾ ഇത്രയും ബെഡ് ഒഴിഞ്ഞു കിടക്കും, നിങ്ങൾ ബെഡ് എന്താ മാറി കിടക്കാത്തെന്ന് ചോദിച്ചു. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ ആര്യൻ ബെഡ് മാറി കിടന്നു. നിവിൻ്റെ ബെഡിലാണ് രാത്രി പോയി കിടന്നത്. ജിസേലിന് ഭയങ്കര വിഷമമുണ്ട്. ജിസേൽ പറഞ്ഞു, ഞങ്ങൾ 60 ദിവസം ഒരു ബെഡിലാണ് കിടന്നത്, അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ അനുമോള് പറയുന്നത് വരെ, ഇങ്ങനൊരു ഡയലോഗാണ് ജിസേലിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്, അനുമോള് പറയുന്നത് വരെ ഞങ്ങൾ തമ്മിൽ ഒൺലി ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ റിലേഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു സംശയമുണ്ട് എന്നുള്ള രീതിയിലാണ് ജിസേൽ ഇന്നലെ സംസാരിച്ചത്. അപ്പം അവരുടെ അനുമോള് പറഞ്ഞതിന് ശേഷമാണ് അവരുടെ റിലേഷൻ ഇൻക്രീസ് ചെയ്തത്. അപ്പം അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് ജിസേൽ സമ്മതിച്ചതാണ്. അപ്പം ബെഡ് മാറി കിടന്നതുകൊണ്ട് ഇനി മറ്റുള്ളവർ എന്ത് പറയുന്നു നോക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്നുകൂടി ജിസേൽ പറഞ്ഞു. അങ്ങനെ എന്തായാലും ആര്യനും ജിസേലും കൂടി ബെഡ് ഷെയർ മാറി അവർ പിരിഞ്ഞിട്ടുണ്ട്, മീൻസ് ലവ് ട്രാക്കിൽ നിന്ന് മാറി എന്നുള്ളതാണ്. അപ്പം ഇന്നലെ ആദ്യം വന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ലവ് ട്രാക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സ്നേഹിക്കുക, അത് വളരെ നൈസല്ലേ, അതെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് സ്നേഹമാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയണ കേട്ടു. അപ്പോഴാണ് ജിസേലിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഡയലോഗ് വന്നത്. അനുമോള് പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ റിലേഷനിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഫീൽ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ജിസേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ, ഇന്നിപ്പം ഫാമിലി വീക്ക് കഴിഞ്ഞു, നാളെ മുതൽ ഹൗസിൽ വീണ്ടും അടിപൊട്ടോ, എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ടോപ്പിലേക്ക് വരുന്നവർ, ആരൊക്കെയാണ് ഇനി മനസ്സിലാക്കി കളിക്കുന്നവർ, വീട്ടുകാരിൽ നിന്ന് ഇന്ന് കിട്ടിയ ഹിൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ പിന്നെ ഒരു ക്ലൂ കിട്ടുന്ന അനുസരിച്ച് കളിക്കുന്നത് ആരൊക്കെയാണ്, അതോ ഇതൊക്കെ ഇനി വീട്ടുകാർ പറഞ്ഞതൊക്കെ മറന്നിട്ട് വീണ്ടും തുടങ്ങുമോ എന്നൊക്കെ നമുക്ക് അടുത്ത നാളെ മുതൽ തുടങ്ങാം. നാളെ മുതൽ നമുക്കറിയാം. ഇപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. പിന്നെ നമ്മുടെ പോള് മലയാളം ബിഗ് ബോസ് voting.com പോൾ സന്ദർശിച്ച ആ പോളിനകത്ത് ആദ്യത്തെ നമ്മൾ വോട്ടിങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ പറയാം. ആദ്യം ഫസ്റ്റായിട്ട് നിൽക്കുന്നത് വോട്ടിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അനുമോൾ തന്നെയാണ്. അനുമോളാണ് ടോപ്പിൽ നിൽക്കുന്നത്. 2ാം സ്ഥാനത്തേക്കും ആരാണ് വന്നിരിക്കുന്നത്, ജിസേലാണ് കേട്ടോ. രണ്ടാമത് വന്നിരിക്കുന്നത് ജിസേലാണ്. 3ാമത് വേദലക്ഷ്മി കയറി വന്നിരിക്കുന്നത്. 4ാമതാണ് നൂറ. 5ാമത് ആദില. 6ാമത് നിവിൻ, 6ാമത് സാബുമാനാണ്. 7ാമത് നിവിൻ. 8ാമതാണ് ഒനിയൽ. അപ്പോൾ ഒനിയൽ സാബു ആയിരിക്കുമോ, 2 പേര് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒനിയൽ സാബു നിവിനും ആയിരിക്കും പോകുന്നത്. പക്ഷെ 2 പേരെ പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം 9ാമത്തെ വീക്കിലായിട്ടുള്ളൂ. ചിലപ്പം ഈ പ്രാവശ്യം എവിക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒനിയൽ സാബു തന്നെ ആയിരിക്കും ഈ ആഴ്ച